ഹലോ എവ്രി വൺ. നമ്മൾ ജെഇയുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. 7th ജാനുവരി ഈവനിങ്ങിലെ പേപ്പർ. മോർണിംഗ് നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഈവനിങ് പേപ്പർ ഏകദേശം പകുതിയായിട്ടുണ്ട്. അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ, എ ബി സി ബി 3 യൂണിറ്റ് വെക്ടർ സച്ച് ദാറ്റ് a plus b plus c is equal to 0, lambda is equal to a dot b plus b dot c plus c dot a, d is equal to a cross b plus b cross c plus c cross a, then the ordered pair lambda comma d is equal to ഏത് ഓപ്ഷനാണ് ചോദിക്കുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞ വേഗം. യെസ്, ചെയ്യാം. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൾ ടു 0 ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. എ ഡോട്ട് ബി ബി ഡോട്ട് സി സി ഡോട്ട് ഒക്കെ കിട്ടണമല്ലോ നമുക്ക്. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് അറിയാം? മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു 0. മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു 0. ഇതെന്താ സാധനം? ഒരു വെക്ടറിൻ്റെ മോഡുലസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഡോട്ട് വെക്ടറാണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് വിത്ത് a plus b plus c is equal to 0. അപ്പോൾ ഇത് mod a square plus mod b square plus mod a square plus mod b square plus mod c square plus 2 times a dot b plus b dot c plus c dot a. This is equal to 0. ഇനി ഇത് 1 1 1 ആണ്. ഓക്കെ, കാരണം യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ത്? എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ എന്തായിരിക്കും? -3/2. -3/2. -3/2. അത് കിട്ടി. ഇനി എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. -3/2 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇനി എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ, അത് ഒന്നെങ്കിൽ 3 times സി ക്രോസ് ബി അല്ലെങ്കിൽ 3 times എ ക്രോസ് ബി, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവണം. നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ത്രൂ ഔട്ട് എ കൊണ്ട് ക്രോസ് ചെയ്താൽ എ ക്രോസ് എ പ്ലസ് ബി പ്ലസ് സി എന്തായി മാറി? 0 ആയി മാറി. എ ക്രോസ് 0 ആണ്. അപ്പോൾ എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി എന്താണെന്ന് മനസ്സിലായി? 0 എന്ന് മനസ്സിലായി. അപ്പോൾ എ ക്രോസ് ബി തന്നെയാണ് എന്ത്? മൈനസ് എ ക്രോസ് സി അഥവാ സി ക്രോസ് എ. എ ക്രോസ് ബി തന്നെയാണ് എന്ത്? സി ക്രോസ് എ. അപ്പോൾ ഇതേപോലെ എ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ബി കൊണ്ട് ക്രോസ് ചെയ്യായിരുന്നു. അപ്പോൾ ബി ക്രോസ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ബി ക്രോസ് എ പ്ലസ് ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് എ ക്രോസ് ബി തന്നെയാണ് എന്ത്? ബി ക്രോസ് സി എന്നും കിട്ടി. മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് അറിയോ? എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് ബി തന്നെയാണ് ബി ക്രോസ് സി തന്നെയാണ് എന്ത്? സി ക്രോസ് എ. അപ്പോൾ എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ എന്ത് ചെയ്യാം? 3 times എ ക്രോസ് ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 times ബി ക്രോസ് സി എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 times സി ക്രോസ് എന്ന് എഴുതാം. ഓർഡർ തെറ്റാണ്ടിരുന്നാൽ മതി. അപ്പോൾ ആൻസർ എന്താ വരാമാണ്? -3/2 3 times a cross b. 3 times a cross b.
3 times A cross B. 3 times A cross B. മറക്കരുത്. അപ്പോൾ ഇത് സ്ട്രൈക്ക് ചെയ്യണം കേട്ടോ. മോഡുലസ് സ്ക്വയർ എടുക്കണം, ഇങ്ങനെയൊക്കെ സ്ട്രൈക്ക് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എയും ബിയും യൂണിറ്റ് വെക്ടേഴ്സാണ്. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ പി ക്യു ആർ എടുത്തിട്ട് നമുക്കറിയാം ട്രയാങ്കിളിൽ ക്യു ആർ വെക്ടർ പ്ലസ് ആർ പി വെക്ടർ പ്ലസ് പി ക്യു വെക്ടർ 0 വെക്ടറാണ്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം മനസ്സിലായി. എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ നമുക്ക് എന്തുപോലെ എടുക്കാം? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ പോലെ എടുക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ വരുന്ന രീതിയിൽ എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ എടുക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ വരുന്ന രീതിയിൽ എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ എടുക്കാം. ഈക്വലായിട്ട് ട്രയാങ്കിൾ ആയിരിക്കും. മോഡ് എ ഈക്വൽ ടു മോഡ് ബി ഇസ് ഈക്വൽ ടു മോഡ് സി എന്താണ്? 1 ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് വരുന്ന രീതിയിൽ ഈ സൈഡ് എ വെക്ടർ, ഈ സൈഡ് ബി വെക്ടർ, ഈ സൈഡ് സി വെക്ടർ ഒക്കെ വരുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ എന്താ കാര്യം? അവർ തന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ഇതൊക്കെ എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ വരുന്ന രീതിയിൽ എടുക്കാം. 1 ലെങ്ത് ഉള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ പോലെ എയും ബിയും സിയും എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് അറിയണം കേട്ടോ, ഇങ്ങനെ ചൂസ് ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ചൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ എടുക്കുക ട്രയാങ്കിൾ. ഇതാ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തിട്ട് ഈ പോയിന്റ് സേ എ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുക. 1,0. ഇവിടെ നിന്ന് 120 ഡിഗ്രിയിൽ സേ ഇവിടെ ബി എടുക്കുക. -1/2, √3/2 എടുക്കുക. ഇവിടെ ഇങ്ങനെ 120 ഡിഗ്രിയിൽ സി എടുക്കുക. -1/2 -√3/2. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുക. ഏത്? ഇതാ ഇത് ജോയിൻ ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോഴും ലെങ്ത് തന്നെയാണ്. അതിനേക്കാളും നല്ലത് എന്ത് തന്നെയാണ്? ഇതേപോലെ എത്തിക്കൽ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും എയും ബിയും സി എന്തെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുത്ത് ചെയ്യണേക്കാൾ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണ് ഈ അടുത്തത്? Question number is 14. Let y is equal to y of x be the solution curve of the differential equation y square minus x into dy by dx is equal to 1, satisfying y of 0 is equal to 1. This curve intersects the x-axis at a point whose apsis is. Basically ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വേറെ ഏതൊരു പോയിന്റ് കണ്ടുപിടിക്കണം ആ കർവിൽ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വേരിയബിൾ സെപ്പറബിൾ ആണോ എന്നാണ്. വേരിയബിൾ സെപ്പറബിൾ ആണോ നോക്കുമ്പോൾ അല്ല. പിന്നെ ഹോമോജീനിയസ് ആണോ നോക്കിയപ്പോൾ ഹോമോജീനിയസും അല്ല. ലീനിയർ ആണോ നോക്കിയപ്പോൾ നമ്മുടെ സാധാ ടൈപ്പ് ലീനിയർ അല്ല. dy by dx is equal to 1/y² - x അങ്ങനെയാണ് വരുന്നത്. പക്ഷേ dx by dy കണ്ടുപിടിച്ച് നോക്കിയേ. dx by dy കണ്ടുപിടിക്കുമ്പോൾ y² - x ആണ്. അപ്പോൾ dx by dy plus 1 times x is equal to y². അപ്പോൾ ഇത് എന്ത് ഫോമില? dx by dy plus px is equal to q
ഫോമിലാണ് വേർ പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് വൈ. പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് വൈ. പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് വൈ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ആണ്. ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ആണ്. ഇ റേസ് ടു പി എന്താണ് 1 ആണ്. ഇ റേസ് ടു ഇൻ്റഗ്രൽ 1 ഡി വൈ അഥവാ ഇ റേസ് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ എന്താണ്? ഐ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ക്യു ഡി വൈ. ഒന്നുമില്ല, സാധാരണയിൽ നിന്ന് എന്തായി വ്യത്യാസം? എക്സിന് പകരം വൈയും വൈന് പകരം എക്സും. ഐ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ക്യു ഡി വൈ. മറ്റേതാണെങ്കിൽ ഐ വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ക്യു ഡി എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് ഇ റേസ് ടു വൈ, എക്സ് ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു വൈ ഇൻറ്റു വൈ സ്ക്വയർ ഡി വൈ. എക്സ് ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ഇൻറ്റു വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ ഇത് ഈ ആർ എച്ച് എസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് 2 തവണയൊക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള ഷോർട്ട് കട്ട് അറിയണം. ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു പോളിനോമിയൽ ഓഫ് എക്സ് ഡി എക്സ് വന്നാൽ ആൻസർ എന്തായിരിക്കും? ഇ റേസ് ടു എക്സ് ഇൻറ്റു പി എക്സ് മൈനസ് പി ഡാഷ് എക്സ് പ്ലസ് പി ഡബിൾ ഡാഷ് എക്സ് മൈനസ് പി ട്രിപ്പിൾ ഡാഷ് എക്സ്. അങ്ങനെ പോകണം. ഇതറിയണം കേട്ടോ. പ്ലസ് സി ഉണ്ട്, ഷോർട്ട് കട്ട് അറിയണം. ഇ റേസ് ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സിൻ്റെ പോളിനോമിയൽ ഓഫ് എക്സ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സിൻ്റെ പോളിനോമിയൽ ഓഫ് എക്സ് വന്നാൽ അപ്പം ഇനി ആൻസർ പറഞ്ഞേ. യെസ്, അപ്പോൾ വന്നത് നമുക്ക് എക്സ് ഇ റേസ് ടു വൈ, എൽ എച്ച് എസിൽ എക്സ് ഇ റേസ് ടു വൈ, അടുത്ത പേജിൽ എഴുതാം. എക്സ് ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഇ റേസ് ടു വൈ ഡി വൈ പ്ലസ് സി. നമ്മുടെ ട്രിക്ക് പ്രകാരം എന്താണ്? ഇ റേസ് ടു വൈ ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 പ്ലസ് സി എക്സ് ഇ റേസ് ടു വൈ. ഇനി ആ കർവ് എന്താ പറയുന്നത്? കർവ് പാസസ് ത്രൂ ഏത് പോയിന്റ് ആണ്? എക്സിന് 0 ആകുമ്പോൾ വൈ വാല്യൂ 1. എക്സിന് 0 എടുക്കുമ്പോൾ വൈ വാല്യൂ 1. എക്സിന് 0 എടുക്കുമ്പോൾ വൈ വാല്യൂ 1 ആണ്. ഇ ഇൻറ്റു 1 മൈനസ് 2 പ്ലസ് 2 പ്ലസ് സി. അപ്പോൾ സി വാല്യൂ എന്താണെന്ന് കിട്ടി? മൈനസ് ഇ ആണ്. സി വാല്യൂ മൈനസ് ഇ ആണ്. അപ്പോൾ നമ്മുടെ കർവ് ഇങ്ങനെയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 പ്ലസ് മൈനസ് ഇ ടൈംസ് ഇ റേസ് ടു വൈ. എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 2y മൈനസ് 2. എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 2 മൈനസ് ഇ ടൈംസ് ഇ റേസ് ടു വൈ. ഇ റേസ് ടു വൈ അല്ല, ഇ റേസ് ടു മൈനസ് വൈ കേട്ടോ, സോറി. കാരണം ത്രൂ ഔട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ നിന്ന് എന്ത് ചെയ്യണത്? ഇ റേസ് ടു മൈനസ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിക്കുന്നത് കേട്ടോ. സി വാല്യൂ ഇതിൽ നിന്ന് മൈനസ് ഇ ആണെന്ന് കിട്ടി. സി വാല്യൂ ഇതിൽ നിന്ന് മൈനസ് ഇ ആണെന്ന് കിട്ടി.
ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എക്സ് 0 ആകുമ്പോൾ വൈ 0 ആകുമ്പോൾ എക്സ് വാല്യൂ എന്താണെന്നാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ പറയുന്നത് ദിസ് കർവ് ഇന്റർസെക്ട്സ് ദി എക്സ് ആക്സിസ് അറ്റ് പോയിന്റ് ഹൂസ് ആബ്സിസ ഇസ്. എക്സ് ആക്സിസ് ഹൂസ് ആബ്സിസ ഇസ്. വൈ 0 ആവണ കേസിൽ എക്സ് വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. വൈ 0 എടുക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 മൈനസ് ഇ. 2 മൈനസ് ഇ. 2 minus e is the answer. 2 minus e is the answer. Two minus e is the answer. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷേ രണ്ടാമത്തെ ടൈപ്പ്, എക്സിന് പകരം വൈയും വൈക്ക് പകരം എക്സ് വരുന്ന കേസ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ കണ്ടുപിടിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്, 2 തവണ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യേണ്ട വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ആ ഷോർട്ട് കട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിലൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. ഒന്ന് ഒബ്സർവ് ചെയ്താൽ ചെയ്യാവുന്നതാണ് ഈ ക്വസ്റ്റ്യൻ, ഇത്രയും പണിയൊന്നും ഇല്ലാണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: y² മൈനസ് എക്സ് ഇൻറ്റു dy by dx is equal to 1. dy by dx is equal to 1. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ dx by dy is equal to y² മൈനസ് എക്സ് എന്നൊക്കെ കിട്ടി. dx by dy is equal to y² മൈനസ് എക്സ് എന്നൊക്കെ കിട്ടി. അഥവാ dx by dy പ്ലസ് എക്സ് is equal to y² എന്ന് എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. 2 സൈഡിലും e⁻y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. എന്തിനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തോ, e⁻y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y പ്ലസ് എക്സ് ഇൻറ്റു e⁻y ഡെറിവേറ്റീവ്. എന്താ പറഞ്ഞത്? e⁻y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y പ്ലസ് എക്സ് ഇൻറ്റു e⁻y ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണത്. അപ്പോൾ ഈ സാധനം മൊത്തത്തിൽ ഡി ബൈ ഡി വൈ ഓഫ് എക്സ് ഇൻറ്റു e⁻y ആണ്. എക്സ് ഇൻറ്റു e⁻y ആണ്. അതാണ് എന്തെന്ന് കിട്ടിയത്? y² e⁻y എന്ന് കിട്ടിയത്. ശ്രദ്ധിച്ചോ? എന്താ ചെയ്തത്? e⁻y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ ഒരു പെർഫെക്റ്റ് ഡിഫറൻഷ്യലായി മാറി. അപ്പോൾ ഈ ട്രിക്ക് അറിയണം. എന്നാലേ കാര്യമുള്ളൂ. ഇനി എന്താണ്? നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. കാരണം ഡെറിവേറ്റീവ് സംതിങ് ഇസ് ഈക്വൽ ടു y² e⁻y എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് e⁻y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ y² e⁻y എന്ന് കിട്ടി. ഇനി ആസ് യൂഷ്വൽ പ്രൊസീഡ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ എത്ര ചെയ്തത്? ക്വസ്റ്റ്യൻ നമ്പർ 14 കഴിഞ്ഞു. 15ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യൂ. 15ാമത്തെ ക്വസ്റ്റ്യൻ. If θ1 and θ2 be respectively the smallest and the largest values of theta in 0 to pi minus 8 pi which satisfy the equation 2 cot square theta minus 5 by sin theta plus 4 is equal to 0 integral θ1 to θ2 cos square 3 theta d theta. ആദ്യം ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം, എന്നിട്ട് ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം.
അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, ഈ കോട്ടിനൊന്നും എനിക്ക് ഇഷ്ടമില്ല, അതിനൊക്കെ എന്താക്കി മാറ്റുക, സൈനും കോസൊക്കെ ആക്കി മാറ്റുക. അപ്പോൾ 2 cos square theta by sin square theta minus 5 by sin theta plus 4 is equal to 0. സൈൻ തീറ്റ 0 ആണ് കേസില്ല, കാരണം പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതിന്. അപ്പോൾ 2 cos square theta minus 5 sin theta cos theta 5 sin square theta. ഡിനോമിനേറ്റർ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ എന്താക്കുന്നു, sin square theta ആക്കുന്നു. അപ്പോൾ 2 cos square theta minus 5 sin theta plus 4 sin square theta is equal to 0. അപ്പോൾ സൈനും കോസൊക്കെ കൂടിക്കിടന്ന് കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാത്രമാക്കി മാറ്റാം. ഇവിടെ സൈൻ തീറ്റ ഉള്ളതുകൊണ്ട് ഇവിടെ സൈൻ തീറ്റ ആക്കി മാറ്റുന്നു. 1 minus sin square theta minus 5 sin theta plus 4 sin square theta is equal to 0. അപ്പോൾ 2 മൊത്തത്തിൽ നമുക്ക് എന്താ ഉള്ളത്, 5 sin theta. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാം. മൊത്തത്തിൽ നമുക്കുള്ളത് 2 sin square theta പിന്നെ minus 5 sin theta plus 2 is equal to 0. 2 sin square theta minus 5 sin theta plus 2 is equal to 0. അപ്പോൾ 2 sin square theta minus 4 sin theta minus sin theta plus 2 is equal to 0. അതിന് 2 sin theta പുറത്തേക്ക് എടുത്താൽ 2 sin theta into sin theta minus 2 minus 1 into sin theta minus 2 is equal to 0. ഓക്കെ, അപ്പോൾ ഭാഗ്യം sin theta is equal to 2ഉം sin theta is equal to halfഉം. sin theta is equal to half മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ആംഗിൾ ആണ് വന്നിരിക്കുന്നത്. sin theta is equal to half. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തീറ്റയ്ക്ക് 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? π/6ഉം 5π/6ഉം. π/6ഉം 5π/6ഉം. π/6ഉം 5π/6ഉം ആണുള്ളത്. π/6ഉം 5π/6ഉം. π/6ഉം 5π/6ഉം. ഇനി ഇൻ്റഗ്രേഷൻ പാർട്ടാണ്. ഇൻ്റഗ്രേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഇസ് ഇൻ്റഗ്രേഷൻ പാർട്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇങ്ങനെയായി മാറി. ഇൻ്റഗ്രൽ π/6 to 5π/6, π/6 മുതൽ 5π/6 വരെ എന്താണ്, cos square 3 theta, cos square 3 theta d theta, cos square 3 theta d theta. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഇൻ്റഗ്രേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇത് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കാരണം പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുമ്പോഴൊന്നും പ്രത്യേകിച്ചൊന്നും വരുന്നില്ലല്ലോ. a+b - x തീറ്റ കൊടുക്കുമ്പോൾ π - തീറ്റ വരും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകുന്നത്. അപ്പോൾ cos square 3 തീറ്റനെ നമുക്ക് എന്ത് എഴുതാം, cos square 3 തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ സാധനം ഇൻ്റഗ്രൽ π/6 മുതൽ 5π/6 വരെ cos square 3 theta, cos square 3 theta അല്ലേ, യെസ്, 1 plus cos 6 theta by 2 d theta. 6 theta വേണമെങ്കിൽ t എന്ന് വിളിക്കാം.
സിക്സ് തീറ്റനെ ടി എന്ന് വിളിക്കാം. അപ്പോൾ തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ടി ബൈ 6. So this becomes integral pi to pi മുതൽ എത്ര വരെ 5 pi വരെ 1 plus cos t by 2 into dt by 6. അപ്പോൾ this is going to be 1 by 12 times 5 pi minus pi ഒരു ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ. അടുത്തത് എന്താ വരാൻ പോണത്? സൈൻ ടി അല്ലേ. കോസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 5 pi minus pi 0 plus 0. So 4 pi by 12 pi by 3. Pi by 3 is the answer. Pi by 3 is the answer. പൈ ബൈ 3 ആൻസർ ഉണ്ടോ? പൈ ബൈ 3. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതിന് മുമ്പ് ഒരു ട്രിഗ്നോമെട്രി ഒരു കുത്തി കയറ്റി, വേറെ ഒന്നുമില്ല. ട്രിഗ്നോമെട്രി കുത്തി കയറ്റി. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നമ്മൾ കൊടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തല്ലോ. വേറെ ഒരു മെത്തേഡ് കൂടി പറയാം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. നമുക്ക് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു 5 pi by 6 5 pi by 6 cos square 3 theta ആണ്. cos square 3 theta d theta. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 3 തീറ്റ മൈനസ് പൈ ബൈ 2നെ ടി എന്ന് വിളിക്കാൻ പോവാം. 3 തീറ്റ മൈനസ് പൈ ബൈ 2നെ ടി എന്ന് വിളിക്കാൻ പോവാം. അഥവാ 3 തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് ടി. ഓക്കെ, അപ്പോൾ പുതിയ വേരിയബിൾ ടി എങ്ങനെ മാറി നോക്കാം നമുക്ക്. ഒന്ന് ശ്രദ്ധിച്ചോ. തീറ്റ പൈ ബൈ 6 ആകുമ്പോൾ അത് പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 0 ആയി മാറി. തീറ്റ 5 pi by 6 ആകുമ്പോൾ അത് 5 pi by 2 മൈനസ് പൈ ബൈ 2 2 pi ആയി മാറി. cos square of 3 theta cos square of 5 by 2 plus t അത് sin square t ആയി മാറി. d theta എന്ന് പറഞ്ഞ സാധനം dt ഡിവൈഡഡ് ബൈ 3 ആയി മാറി. ഇപ്പോൾ വൃത്തിയായി. ഇത്രയും കൂടി ഇൻ്റഗ്രേഷൻ ഇത്രയും കൂടി വൃത്തിയായി. ഇൻ്റഗ്രേഷൻ ഇത്രയും കൂടി വൃത്തിയായി. ഇനി sin square t 0 to 2 pi ആണ്. sin square t 0 to 2 pi ആണ്. sin square t 0 to 2 pi ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിന് എന്താ എഴുതാം? 1/3 ടൈംസ് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to pi എന്ന് എഴുതാം. sin square t 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to pi എന്ന് എഴുതാം. കാരണം എന്താ? sin square t എന്ന് പറഞ്ഞ സാധനം sin square t എന്ന് പറഞ്ഞ സാധനം ആലോചിച്ച് നോക്കുക. അത് 0 to pi തന്നെയാണ്. പൈ ടു 2 പൈൻ്റെ ഷേപ്പ് sin square t. sin square t എന്ന് ആലോചിച്ച് നോക്കുക. sin square t എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി 1 മൈനസ് കോസ് 2t ബൈ 2 ആണ്. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. അപ്പോൾ ദിസ് ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് പൈ. അപ്പോൾ 0 to pi തന്നെയാണ് പൈ ടു 2 പൈ ഉണ്ടാവുക. അപ്പോൾ 2 ടൈംസ് 0 to pi എന്ന് എഴുതാം. ഇനിയും 0 to pi ഉണ്ടല്ലോ. ഈ 0 to pi നെ പിന്നെയും 2 ടൈംസ് 0 to pi ബൈ 2 എന്ന് എഴുതാൻ പറ്റും. എന്താ കാരണം? കാരണം ഇതാണ്. ഇൻ്റഗ്രൽ 0 to 2a fx dxനെ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to a fx dx എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ f of 2a മൈനസ് എക്സ് എഫ് എക്സ് തന്നെയാണെങ്കിൽ. ഇവിടെ അങ്ങനെയല്ലേ നോക്കിയേ. 1/3 ടൈംസ് 2 ഇൻറ്റു 0 to pi sin square t. അപ്പോൾ ഇതിന് ഞാൻ എന്താ ചെയ്യാൻ പോണത്? 0 to piനെ നമ്മൾ എന്താ എഴുതാൻ പോണു? 0 to pi by 2 2 ടൈംസ് 0 to pi by 2 എന്ന് എഴുതാൻ പോവാം. 2 ടൈംസ് 0 to pi by 2. കുഴപ്പമില്ലല്ലോ.
ഇത്രയും സ്റ്റെപ്പ് ഓക്കെ അല്ലേ? അറിയണം കേട്ടോ ഇതൊക്കെ, ഈ ട്രിക്കുകളെല്ലാം. ഇതൊക്കെ വിശദമായി പറയണ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഫൈൻ. അപ്പോൾ ഇതെന്തായി? 1/3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 സൈൻ സ്ക്വയർ ടി ഡി ടി. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ട്രിക്ക് ഇത് പറഞ്ഞു വെക്കണം കേട്ടോ. ഇൻ്റഗ്രൽ 0 to π/2 ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എത്തിച്ചത് ഞാൻ. സൈൻ റേസ് ടു n തീറ്റ ഡി തീറ്റ. ഇത് തന്നെയായിരിക്കും ഇൻ്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു n തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇപ്പോൾ രണ്ട് കേസ് ഉണ്ടാവും. n ഓഡ് നമ്പർ ആവണ കേസും n ഈവൻ നമ്പർ ആവണ കേസും. n is odd, n is even. ഇപ്പോൾ ഇത് ഷോർട്ട് കട്ടായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു n തീറ്റ ഡി തീറ്റ. n ഒരു നാച്ചുറൽ നമ്പർ ആവണ കേസിൽ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു n തീറ്റ ഡി തീറ്റ തന്നെയാണ് ഇൻ്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു n തീറ്റ ഡി തീറ്റ. ഓക്കെ, ശ്രദ്ധിച്ചോ? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. n ഓഡ് നമ്പർ ആണെങ്കിൽ n ഈവൻ നമ്പർ ആണെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് റിസൾട്ടാണ് വരാൻ പോണത്. അപ്പോൾ n-1/n ഇൻറ്റു n-3/n-2 ഇങ്ങനെ പോയി n ഓഡ് നമ്പറിലാണെങ്കിൽ ഇത് എവിടെ അവസാനിക്കുക? n ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് എന്തിലാണ് അവസാനിക്കുക? n ഓഡ് നമ്പർ ആണെങ്കിൽ ഇത് എന്തിലാണ് അവസാനിക്കുക? 0 ആവണതിന് മുമ്പ് നിർത്തണം. ഓക്കെ, എന്തിലാണ് അവസാനിക്കുക? 2/3 അവസാനിക്കും. യെസ്. n ഈവൻ നമ്പർ ആണെങ്കിൽ n-1/n ഇൻറ്റു n-3/n-2 അങ്ങനെ പോയി എന്താ അടുത്ത ടേം മനസ്സിലായില്ലേ? n-5/n-4 അങ്ങനെ പോയി n ഈവൻ നമ്പർ ആണെങ്കിൽ ഇത് അവസാനിക്കുക 1/2 അപ്പോൾ തന്നെ ഒരു π/2 കൂടി എഴുതാം. ഈ റിസൾട്ട് അറിയണം. അപ്പോൾ ഇതറിയാമെങ്കിൽ ഈ വാല്യൂ നോക്കിയാൽ പെട്ടെന്ന് പറയാം നമുക്കിത് എന്താണ്. ദിസ് ഇസ് നത്തിങ് ബട്ട് ഒരു 1/2 വേണം. 1/2 അവസാനിക്കുന്നുണ്ട്, അപ്പം തന്നെ π/2. അപ്പോൾ ദി ആൻസർ ഇസ് altogether the answer is π/3. Altogether the answer is π/3. π/3 is the answer. π/3 is the answer. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഏതാ ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. Let alpha and beta be the roots of the equation x squared minus x minus 1 is equal to 0. If pk is equal to alpha raised to k plus beta raised to k greater than or equal to 1, then which one of the following statement is not true? Not true na parayum. ഒന്ന് ട്രൈ ചെയ്യൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ട് പലതവണ വരുന്നുണ്ട് കേട്ടോ. JEE അഡ്വാൻസിനും ഒക്കെ വരുന്നുണ്ട് ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, ആൽഫ ഇതിൻ്റെ ഒരു റൂട്ടല്ലേ. അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ മൈനസ് 1 is equal to 0 അല്ലേ? ആൽഫ സ്ക്വയർ is equal to ആൽഫ പ്ലസ് 1 അല്ലേ? ഞാൻ ഇനി ഒരു ട്രിക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ രണ്ട് സൈഡിലും ഇവിടെ ആൽഫ റേസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ആൽഫ റേസ് ടു കെ പ്ലസ് 2 is equal to ആൽഫ റേസ് ടു കെ പ്ലസ് 1 പ്ലസ് ആൽഫ റേസ് ടു കെ ആയി. ആൽഫയ്ക്ക് പറ്റുമെങ്കിൽ ബീറ്റയ്ക്ക് ആയിക്കൂടെ? അപ്പോൾ ബീറ്റ റേസ് ടു കെ പ്ലസ് 2 തന്നെ ആയിരിക്കും എന്ത്? ബീറ്റ റേസ് ടു കെ പ്ലസ് 1 പ്ലസ് ബീറ്റ റേസ് ടു കെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പോവാം ഞാൻ.
ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ആൽഫ റെസ് ടു കെ പ്ലസ് ടു പ്ലസ് ബീറ്റ റെസ് ടു കെ പ്ലസ് ടു എന്നായി മാറി പി കെ പ്ലസ് ടു ആയി. ഇതെന്തായി? പി കെ പ്ലസ് വൺ ആയി. ഇതെന്തായി മാറി? പി കെ ആയി മാറി. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ആൽഫ റേസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇങ്ങനെ മാറി, പി കെ പ്ലസ് ടു ഇസ് ഈക്വൽ ടു പി കെ പ്ലസ് വൺ പ്ലസ് പി കെ ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. കെ ആൽഫ റേസ് ടു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. പി വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൽഫ റേസ് ടു കെ പ്ലസ് ബീറ്റ റേസ് ടു കെ ഉപയോഗിച്ചാൽ പി കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. അപ്പോൾ പി വൺ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റയാണ്. ആൽഫ പ്ലസ് ബീറ്റ അതിന് എന്താണെന്ന് കിട്ടി? ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞേ, ആൽഫ പ്ലസ് ബീറ്റ 1 ആണ്. യെസ്. പി ടു എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇത് ഉപയോഗിക്കാറായിട്ടില്ല കേട്ടോ, കാരണം പി ത്രീ ഓൺവേർഡ്സ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ, അഥവാ 1 മൈനസ് 2 ഇൻറ്റു -1. അപ്പോൾ 3 പി വൺ 1 കിട്ടി, പി ടു 3 കിട്ടി. ഇനി പി കെ പ്ലസ് ടു ഒക്കെ ഓൺവേർഡ്സ് എന്താണ് നോക്കിയാൽ ഫിബനാക്കി സീക്വൻസ് പോലെയാണ് ഇത് പോകുന്നത്. ഫിബനാക്കി സീക്വൻസ് അല്ല, ഫിബനാക്കി സീക്വൻസിൽ 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, 1 പിന്നെ 3 പിന്നെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ. പിന്നെ പാറ്റേൺ എങ്ങനെയാണ്? പി ത്രീ കിട്ടുന്നത് തൊട്ട് മുന്നത്തെ രണ്ടും ആഡ് ചെയ്തിട്ട്, അതായത് പി ത്രീ പി ടു പ്ലസ് പി വൺ ആണ്, അഥവാ 4. അപ്പോൾ പാറ്റേൺ നമുക്ക് മനസ്സിലായി. പി വൺ എന്ന് പറഞ്ഞാൽ 1 ആണ്, പി ടു 3 ആണ്, പിന്നെ അതെന്താണ്? പി ത്രീ 4 ആണ്, പി ഫോർ എന്ന് പറഞ്ഞ സാധനം 7 ആണ്, പി ഫൈവ് എന്ന് പറഞ്ഞാൽ 11 ആണ്. അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് പികളെ കിട്ടി, പികൾ തമ്മിലുള്ള കണക്ഷനും കിട്ടി. ഫിബനാക്കി സീക്വൻസ് പോലത്തെ ഒരു സംഭവം, അതുപോലത്തെ ഒരു സംഭവം, പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 3 വെച്ചിട്ടാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഐഡിയ. ഓക്കെ ഫൈൻ. ഇനി ഓപ്ഷൻസ് ചെക്കേണ്ട ആവശ്യമുള്ളൂ. പി വൺ എന്താണ്? 1 പിന്നെ എങ്ങനെ പോണത്? പി ടു is equal to 3, പി ത്രീ is equal to 4, പി ഫോർ is equal to 7, പി ഫൈവ് is equal to 11, പി സിക്സ് is equal to 18. അങ്ങനെ പോണു. യെസ്. പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ പ്ലസ് പി ഫോർ പ്ലസ് പി ഫൈവ് ഇതുവരെ ആഡ് ചെയ്യാം. അപ്പോൾ 18 പ്ലസ് 7 25 26 കറക്റ്റാണ്. ഇത് കറക്റ്റാണ്. പി ഫൈവ് is equal to 11 അത് കറക്റ്റാണ്. പി ഫൈവ് is equal to പി ടു ഇൻറ്റു പി ത്രീ അല്ല, കാരണം പി ടു ഇൻറ്റു പി ത്രീ വരാൻ പോണത് 12 ആണ്, പി ഫൈവ് 11 ആണ്. അത് തെറ്റാണ്. പി ത്രീ is equal to പി ഫൈവ് മൈനസ് പി ഫോർ കറക്റ്റാണ്. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചോളൂ. അപ്പം നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഇതാണ്. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത് ട്രിക്ക് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഈ കാര്യം ഓർത്ത് വയ്ക്കുക. അതായത് ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണെങ്കിൽ എക്സ് സ്ക്വയർ is equal to എക്സ് പ്ലസ് 1 എന്നൊക്കെ പറഞ്ഞ് ക്വാഡ്രാറ്റിക് ഒക്കെ തന്നിട്ടുണ്ട്, പി കെ is equal to ആൽഫ റേസ് ടു കെ പ്ലസ് ബീറ്റ റേസ് ടു കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഓർത്ത് വയ്ക്കാം. പി കെ പ്ലസ് 2 is equal to പി കെ പ്ലസ് 1 പ്ലസ് പി കെ. ഇത് ഓർത്ത് വയ്ക്കുക, ഷോർട്ട് കട്ടായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ഓർക്ക മീൻസ് ഇത് എങ്ങനെ വന്നതെന്ന് പെട്ടെന്ന് ഐഡിയ ഉണ്ടായാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ സിഗ്മ പി കെ k is equal to 1 to n. Sigma pk k equal to 1 to n.
ഇതെന്താ സാധനം? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് അങ്ങനെ പോയി Pn-1 പ്ലസ് Pn. ഇതെന്താന്ന് കൂടി ഒന്ന് പറഞ്ഞേ. സിഗ്മ Pക്ക് എന്താന്ന് കൂടി ഓർത്ത് വെച്ചോളൂ. ഇത് k ഈസ് ഈക്വൽ ടു എന്ത് ഓൺവേർഡ്സിനാണ് ബാധകാവുക? k ഈസ് ഈക്വൽ ടു 1 ഓൺവേർഡ്സ്, k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് K3 ഓൺവേർഡ്സ് ഈ റിസൾട്ട് ബാധകമാണ്. ഇതെന്തായിരിക്കും ഒന്ന് കണ്ടുപിടിച്ച് പറയും. P1 പ്ലസ് P2 പ്ലസ് P3 അപ് ടു Pn-1 പ്ലസ് Pn. ഇതെന്താ പഠിക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. ഇവിടെ സപ്പോസ് P5 വരെ ചോദിച്ചിട്ടുള്ളൂ സമ്മ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എഴുതിയിട്ട് ചോദിക്കാം. പക്ഷേ Pn വരെ ചോദിച്ചിരുന്നെങ്കിൽ അതെന്തായിരിക്കും? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 പ്ലസ് P5 ടു Pn വരെ ചോദിച്ചിരുന്നെങ്കിൽ അതെന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇൻ ടേംസ് ഓഫ് n തന്നെ കേട്ടോ. n വരുന്ന രീതിയിൽ തന്നെ ഉണ്ടാവും ആൻസർ. എനിവേ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആൻസർ പറയാം. ഇത് കണ്ടുപിടിച്ച് വെക്കാം അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് എനിക്കിത് പറഞ്ഞു തരണം. P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് അപ് ടു Pn എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു തരണം. ഫൈൻ. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക. അതോടൊപ്പം തന്നെ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ഒരെണ്ണം വിട്ടാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം, മറ്റുള്ളവരുടെ അടുത്ത് പറയാം. കാരണം 1000 എത്തിയാൽ നമുക്ക് ലൈവ് സ്ട്രീമിങ് ട്രൈ ചെയ്യാം.